പിന്നെ ഈ വീഡിയോയും ഈ പാട്ടും മാത്രമല്ലോ എല്ലീച്ചയുടെ ഒരു പാട്ട് വെച്ച് ഈ അയ്യോഭാവങ്ങളെ പറ്റിക്കുകയാണോ? ഇനി ഈ വേദിയിലേക്ക് നല്ല പാട്ടുകാര് വരാൻ പോവാ. ഞാൻ എന്തായാലും അവരെ ക്ഷണിക്കാം അല്ലേ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിയ 1000 താരൽ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തെന്നിറങ്ങി പൂപ്പൂലെ നീ വിരിഞ്ഞു. ഉള്ളി നടിച്ചൊരു മോഹമെല്ലാം കണ്ടെത്തുകൾ തുള്ളികളായി, കണ്ടു നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോഴ എത്തുന്നില്ല മാറിവില്ലാണ് നീ. കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോഴ എത്തുന്നില്ല മാറിവില്ലാണ് നീ. ഗംഭീരമായിരിക്കണോ? എന്താ ഈ പരിപാടികൾ ഇത്ര ഭംഗിയായിട്ട് ആരും കയ്യെടുപ്പിനും വന്നില്ലല്ലോ. എൽഎൽസിക്ക് പോളിസി അല്ലാതെ ഈ ഗമ്മിന്റെ വല്ല ബിസിനസ് പരിപാടികളുണ്ടോ? എല്ലാരും ഒട്ടിയിരിക്കുക, ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. അവർ ആസ്വദിക്കണമില്ല. ആരുണ്ടോ നമുക്കെങ്ങനെ അറിയും? അതെ, അവര് തുള്ളാനുള്ള പാട്ടുകൾ വരണം, എന്നാൽ അവർ തുള്ളാൻ തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. തൽക്കാലത്തേക്ക് അവര് തുള്ളാത്തത് കൊണ്ട് തുള്ളക്കാരൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേറെ കുറച്ചു പേരെ കൊണ്ടൊരു ഡാൻസ് പരിപാടി ഇവിടെ നടത്തിയാലോ? ഉണ്ട്. അപ്പൊ നമുക്ക് ഡാൻസിലേക്ക് പോവാം. ഞാനൊരു കാര്യം ചോദിച്ചു, നേരത്തെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു പറവൂര് നമ്മളുടെ പ്രഗത്ഭയായ സാഫിയ. വേറെ ആരെങ്കിലും അറിയോ ഈ കൂട്ടത്തിൽ? പിന്നെ ആരെ? പ്രഗത്ഭരാണ് മുഴുവൻ. അല്ല, അത് ഒറ്റ വാക്ക് നാം പറയാണ്. വേറെ ആരെങ്കിലും അറിയോ? ആലപ്പുഴയുടെ ഒരു അമരക്കാരനോട് ഉണ്ടല്ലോ, അതാരാണ്? പിന്നൊരു ചാമ്പ്യൻഷിപ്പ് വീരോ, പിന്നൊരു ചാമ്പ്യൻഷിപ്പ് വീരോ, ആലപ്പുഴയിലെ അമരക്കാരൻ, ആലപ്പുഴയിലെ അമരക്കാരൻ. പിന്നൊരു ചാമ്പ്യൻഷിപ്പ് വീരോസം, ആലപ്പുഴയിലെ അമരക്കാരൻ. നേട്ടം കൊയ്തു കോടികൾ പ്രീമിയം, നേട്ടം കൊയ്തു കോടികൾ പ്രീമിയം. ഡിവിഷനിലെത്തി നമ്പർ 1. നേട്ടം കൊയ്തു കോടികൾ പ്രീമിയം, ഡിവിഷനിലെത്തി നമ്പർ 1. ശിവവി ജോസഫ് നേടിയതെത്ര? ശിവവി ജോസഫ് നേടിയതെത്ര? കോടികളനവധി എന്ന് പ്രസിദ്ധം. ശിവവി ജോസഫ് നേടിയതെത്ര? കോടികളനവധി എന്ന് പ്രസിദ്ധം. 5ഉം 10ഉം കോടി കടന്നു, 5ഉം 10ഉം കോടി കടന്നു. വർഷാന്ത്യത്തിൽ 12 എത്തി. 5ഉം 10ഉം കോടി കടന്നു, വർഷാന്ത്യത്തിൽ 12 എത്തി. നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ, നാരായണ ജയ നാരായണ ജയ. അത് ഗംഭീരായി. ഈ ആലപ്പുഴയിലുള്ള ആളുടെ പേരൊക്കെ അങ്ങ് പാലക്കാട് വരെ എത്തിയിട്ടുണ്ട്. പ്രസിദ്ധമാണല്ലോ, പേര് കേട്ടിട്ടുണ്ട്. ആളെ കണ്ടിട്ടില്ലല്ലോ. വള്ളംകളിയുടെ നാട്ടിൽ നിന്നവനല്ലേ ആണ്. പാലക്കാട് വരെ പേരെത്തിയല്ലോ. നമുക്ക് ആളെ ഒന്ന് ഇവിടെ കണ്ടാലോ? ഇവിടെ വന്നോ? ഈ അഭ്രപാളിയിൽ നമുക്ക് കാണാം.
അറിയോ? ആളിവിടെ ഉണ്ട്. ഉണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. എന്താണാവോ? വന്നപ്പോ തന്നെ ചോദിക്കുന്നത് കോടികൾ പ്രീമിയം കൊണ്ടുവരാൻ എന്നെ മാറ്റിക്കാണ് ഇവരെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അത് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എവിടെ ചോദിച്ചാലും ആളുകൾ പറയാ LIC നഷ്ടമാണ്. ആ പറഞ്ഞ ആളുകളുടെ പോക്കറ്റിൽ നിന്ന് 640 കോടി കൃത്യമായിട്ട് പിരിച്ച ആളുകളാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 640 കോടി ഫസ്റ്റ് പ്രീമിയം എടുത്ത് അതൊരു മാന്ത്രിക ജാലമാണ്. ആ മാന്ത്രിക ജാലയുടെ എനിക്കും പണി കിട്ടി. എന്തേ? ഇങ്ങോട്ട് ട്രെയിനിൽ വരുന്ന മെട്രോ ഇറങ്ങിയപ്പോ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു. നോമിനെ സിറ്റി കാണിക്കണമെന്നും എല്ലായിടത്തും എത്തിക്കാൻ പറഞ്ഞു, കാരണവര് കാണിക്കണമെന്ന് പറഞ്ഞു. എന്നെ എടുപ്പിച്ചു ഒരു പോളിസി. നിങ്ങളും എടുപ്പിച്ചു, അത് നല്ലതായി. അതാണ് ഞങ്ങളുടെ മാജിക്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു മാജിക് ലൈവായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കണ്ടാലോ? കാണാം. പ്രിയ മാന്ത്രികനും മെന്റലിസ്റ്റുമായ മജീഷ്യൻ റാഫി മുതേക്കലൻ ടീമിനെ നിറഞ്ഞ ഹർഷാരവങ്ങളോടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, ഇത് മെന്റലിസം മാജിക് ആണ്. എന്താ പേര് പറഞ്ഞ്? ലിസിച്ചു. ഒന്ന് ഇങ്ങോട്ട് നിൽക്കാമോ? ഓക്കെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 പുസ്തകമുണ്ട്, കണ്ടല്ലോ. ഇതിൽ ഏത് പുസ്തകത്തിലാണ് ഈ മാജിക് വരേണ്ടത്? നോവൽ. ഓക്കെ, നോവൽ കയ്യിൽ വെച്ചു. ഇത് മാഡം വെച്ചോളൂ. മാഡം ഒന്നും വേണമെങ്കിൽ നോക്കണം. ഒന്നുമില്ലല്ലോ, ഒന്നും ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ചെയ്യേണ്ടത്, ഞാനിതിങ്ങനെ റിഫ്ലി ചെയ്യുമ്പോൾ എവിടെയാണ് സ്റ്റോപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്റ്റോപ്പ് പറയുക. അപ്പോൾ ഞാൻ ആ പേജ് സെലക്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ മുകളിലത്തെ പേജ് നമ്പരും താഴത്തെ വാക്കും വളരെ കൃത്യമായി മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. ഓക്കെ? എന്നോടോ ആ മാഡത്തിനോടോ പറയരുത് കേട്ടോ. ഓക്കെ? അപ്പോൾ തുടങ്ങാമല്ലേ? സ്റ്റോപ്പ് ഇവിടെ മതി. അപ്പോൾ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മാഡം ആ വാക്ക് വായിച്ചു. വേണ്ടത് വാക്കുണ്ട്, 2 വായിച്ചല്ലോ. ആ പേജ് നമ്പറും അറിയാം, വാക്കും അറിയാം അല്ലേ? അപ്പോൾ മാഡത്തിൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ മാഡം ചെയ്യേണ്ടത് ആ പേജ് നമ്പർ മാത്രം മനസ്സിലാക്കുക. ആ പേജ് നമ്പർ മാത്രം, ആദ്യത്തെ നമ്പർ മാത്രം. ഞാനത് ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. ഓക്കെ? ആദ്യത്തെയൊക്കെ 1 ആണോ? താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒക്കെ ഉണ്ടല്ലേ, അതും കൂടെ ഒന്ന് ഇമാജിൻ ചെയ്തത്, നന്നായിട്ട് മനസ്സിലാക്കി ഇമാജിൻ ചെയ്തത്. രണ്ടാമത്തത് 4ന്റെ താഴത്തെ 3 ആണോ? താങ്ക് യു വെരി മച്ച്. അപ്പോൾ 2 ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ഇനി ഒരൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ, ഒരൊക്കെ കൂടെ ഉണ്ട്. ഈ കോളേജ് ജീവിതത്തിനിടെ എപ്പോഴെങ്കിലും 8ന്റെ പണി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് 8ന്റെ പണി ഉറപ്പാണ്. അവസാനത്തെ കേട്ടാണോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ 138 ലിസി മാഡം അത് കിട്ടുന്ന പേജിനപ്പം. ഇനി ഒരു വേർഡുണ്ടല്ലോ, ഈ വാക്ക്. ഈ വാക്കൊന്ന് മനസ്സിലായിട്ട് ഇന്ന് ഇമാജിൻ ചെയ്തേ. ഇമാജിൻ കുറച്ചുകൂടെ. ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഐയിലാണോ തുടങ്ങുന്നത്? ഐ ആണോ? അപ്പോൾ ഇനി എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം ആ വാക്ക് മാത്രം മനസ്സിലാക്കുക. ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഈസ് ആൻ ഇന്റലിജന്റ് മാൻ. അതാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ പേജ് നമ്പർ 138 ആദ്യത്തെ വാക്ക് ഈസ് ആൻ ഇന്റലിജന്റ് മാൻ. അപ്പോൾ ഇനി വേണം ചെയ്യേണ്ടത്, ആ ബുക്ക് തുറന്ന് ആ പേജ് എടുക്കുക, ഇവരെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കുടിച്ചു പേജില്ലേ? പിന്നെങ്ങനെ മാഡം വായിച്ചത് നമ്പറൊക്കെ? അയ്യോ, അത് കീറിയോ? ഞാൻ അങ്ങോട്ട് പോയ അപ്പോഴാണ് കീറിയത്. എന്താ ചെയ്യാ? അപ്പൊ കുഴപ്പമില്ല മാഡം, ആ ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കാമോ? ഒന്ന് നോക്കൂ. എനിക്ക് ലിസി മാഡത്തിന് അത്ര അങ്ങോട്ട് ഇതാവുന്നു കേട്ടോ. എപ്പോഴോ ബുക്കിന് പേപ്പർ കയറി അപ്പുറത്തെ ബുക്കിൽ വെച്ചേക്കുന്നത്. എന്താ വായിച്ചേ? 138 is an intelligent man. ഇനി ഇത് ഈ ബുക്കിൽ നിന്ന് കയറിയാണെന്ന് നോക്കട്ടെ, കാരണം ഒരുപോലെയുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് കിട്ടും. നമുക്ക് ഇതിൽ കയറിയാണെന്ന് നോക്കാം. ആണോ? എനിക്ക് ആ താരം വീണ്ടും 500 തിരിച്ചു കൊടുത്ത നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. തീരെ കൈവരിക്കില്ല. എവിടെ പിടിക്കും? എന്നിട്ട് ഇങ്ങനെ പിടിക്കും.
എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോ പരിപാടികളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടായി. പിന്നെ ഒരു സംശയം തോന്നുന്ന ഓ ഈ മരപ്പലകള് അത് മരപ്പലകയല്ല, പിന്നെന്താ ആണെങ്കിലും കൊണ്ടപ്പോ തൊട്ടിരിക്കുന്നതാ. കച്ചവടത്തിനാണോ എത്ര റേറ്റ്? അത് ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് രത്ന അവാർഡ് കൊടുത്തിട്ടില്ല. എറണാകുളം ഡിവിഷനിൽ മാത്രം കൊടുക്കുന്ന ഒരു അവാർഡാണ് രത്ന അവാർഡ്. അപ്പോ ആ രത്ന അവാർഡിന് വേണ്ടി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ തുള്ളക്കാരന്റെ സമ്മതത്തോടു കൂടി നമുക്ക് കുറച്ചു പേരെ അവാർഡ് കൊടുക്കാൻ ഇങ്ങോട്ട് വിളിച്ചാലോ? ആവാലോ. അറിയാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാനാണ് കൊടുക്കണേ. അല്ലല്ല, എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് ഇനിയും ഇവിടെ ജീവിക്കണ്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ ക്ഷിപ്രഗോപികളെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. നേരത്തെ പണി പോയില്ല, എന്താ ചെയ്യാ, ഇടക്കിടക്ക് പിണങ്ങും. അതാ എന്റെ പ്രശ്നം. ക്ഷിപ്രഗോപികൾ വരുമ്പോ നമ്മള് ഭസ്മാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം. അപ്പൊ നമുക്ക് നമ്മളുടെ എറണാകുളം ഡിവിഷന്റെ ലീഡേഴ്സിനെ നിങ്ങൾ നേരത്തെ പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഈ സ്ക്രിപ്റ്റിന്റെ ഭാഗം. ഇതൊന്നും ഞാൻ എഴുതിയതല്ല. അതുകൊണ്ട് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ 2 സീനിയർ മാനേജേഴ്സ്. മനോഹരമായ അവാർഡ് ദാന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതുപോലെയല്ല, ഒരുപാട് മത്സരങ്ങൾ, ഒരുപാട് മാസത്തെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രത്ന അവാർഡിലേക്ക് വന്നത്. നിറഞ്ഞ കയ്യടിയോടുകൂടി ലെറ്റ്സ് ഗിവ് ദ തണ്ടറസ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇടിമുഴക്കത്തിന്റെ ശ്യാമവർണ്ണ മേഘങ്ങളെ തോൽപ്പിക്കുന്ന കരഘോഷം നിങ്ങളുടെ ഭാഗത്ത് വേണം. നമ്മളുടെ അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ഗായകരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പക്ഷെ ഞാൻ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഡാൻസ് കളിപ്പിച്ച് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ടില്ല അങ്ങോട്ട് തുള്ളുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന പാട്ടിന് ഡാൻസ് ചെയ്തവരാണ് നിങ്ങൾ. എന്ന് നിങ്ങൾ കുളിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് നമുക്കെന്നാ വീണ്ടും ഒരു ഡാൻസിലേക്ക് പോയാലോ? റെഡി അല്ലേ? ടീം എറണാകുളം റെഡി? ഓക്കെ. അപ്പൊ നമ്മള് അടുത്തത് ഞാൻ നേരത്തെ നമ്മൾ നിർത്തിയെടുക്കുന്ന ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ചോദിച്ചു 2 പേരുടെ പേര് നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു ദമ്പതികൾ ഇരിക്കുന്നു, അറിയാലോ? അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? തീർച്ചയായിട്ടും. അവരെയും കേട്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പറയട്ടെ? ആയി പറഞ്ഞോളൂ. എന്നാല് പിന്നൊരു സംഗതി പറയാം കേൾക്കുക, പിന്നൊരു സംഗതി പറയാം കേൾക്കുക, കേൾക്കാൻ ബഹുരസമെന്നാൽ സത്യം, കേൾക്കാൻ ബഹുരസമെന്നാൽ സത്യം. പിന്നൊരു സംഗതി പറയാം കേൾക്കുക, കേൾക്കാൻ ബഹുരസമെന്നാൽ സത്യം. ബിജുമോഹൻദാസ് അമ്പിളിയിരുവരും, ബിജുമോഹൻദാസ് അമ്പിളിയിരുവരും ദമ്പതിമാരവർ ഏജന്റന്മ. ബിജുമോഹൻദാസ് അമ്പിളിയിരുവരും ദമ്പതിമാരവർ ഏജന്റന്മാർ.
രണ്ടാളും ചേർന്ന് അനവധി പേർക്ക് രണ്ടാളും ചേർന്ന് അനവധി പേർക്ക് പോളിസി നൽകി സുരക്ഷിതമാക്കി രണ്ടാളും ചേർന്ന് അനവധി പേർക്ക് പോളിസി നൽകി സുരക്ഷിതമാക്കി അങ്ങനെ ഇങ്ങനെ ഓടി നടന്നു അങ്ങനെ ഇങ്ങനെ ഓടി നടന്നു ഒടുവിൽ ഇരുവരും MDRT അങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് ഒടുവിൽ ഇരുവരും MDRT അങ്ങനെ ഇങ്ങനെ ഓടി നടന്ന് ഒടുവിൽ ഇരുവരും MDRT പട്ടം നേടി ദമ്പതിവേറെ ആരുണ്ടിവിടെ MDRT പട്ടം നേടിയ ദമ്പതിവേറെ ആരുണ്ടിവിടെ ദമ്പതിവേറെ ആരുണ്ടിവിടെ നാരായണ ജയ 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 നാരായണ ജയ. അപ്പൊ അവരെയും കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ. എന്നാ ഒന്ന് നേരിട്ട് കണ്ടാലോ? അവരും ഉണ്ട് ഇവിടെ. അവരും ഉണ്ട് ഈ അബ്രവാളിയിൽ. നമുക്ക് കണ്ടേക്കാം. ഒന്ന് കാണാം. ഈ രണ്ടുപേരുമാണ് ശ്രീ നിജു മോഹൻദാസും ശ്രീമതി അമ്പിളിയും. കൂടാതെ ഇവർക്കുള്ള വേറൊരു പ്രത്യേകത, രണ്ടുപേരും കേരളത്തിലെ ആദ്യത്തെ കപ്പിൾ ഗാലക്സി ക്ലബ് മെമ്പേഴ്സാണ്. ഈ MDRT കലണ്ടർ ഇയറിൽ ഈ രണ്ടുപേരും കപ്പിൾ MDRTക്ക് അർഹത നേടിയിരിക്കുകയാണ്. നല്ല നിറഞ്ഞൊരു കൈയടി. നമുക്ക് ഒന്നും കൂടെ ഡാൻസ് ചെയ്താലോ? ആകാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ പാട്ടുകാരൊന്ന് വിളിക്കാം. എന്നിട്ട് നമുക്ക് ആ പാട്ടിനൊത്ത് ഒരു ഡാൻസ് നമുക്ക് ചെയ്യാം. ശരി, എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണല്ലോ? ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂലേ? എനിക്ക് കണ്ണു കാണാതെയാണ്. ഓ ഓക്കെ, ശരി ശരി. താര 500 കിട്ടിയത് കൊണ്ട് സന്തോഷത്തിലാണ്. ഓക്കെ നമ്മളുടെ ഡാൻസ് ടീമിനെ വിളിക്കാം. എന്താണ്
എന്താക്കാം, നല്ലൊരു ഡാൻസ് അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിക്കണം ആത്മാർത്ഥമായിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഒരു കിരീടധാരണം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന കിരീടധാരണം ഈ വേദിയിൽ അതിഗംഭീരമായി നടക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത അവാർഡ് ദാന ചടങ്ങിലേക്ക് പോവാം. നമുക്ക് നമ്മളുടെ സീനിയർ ഡിവിഷണൽ മാനേജർമാരെ അതുപോലെ നമ്മളുടെ പ്രസാദ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവരും കൈയൊന്ന് ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ സ്വിച്ച് എപ്പോഴൊക്കെയാണോ പറയുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ പാസ് ചെയ്യണം. ഇപ്പം റൂൾ അനുസരിച്ചിട്ട്. ഓക്കെ, ഒരാളും എനിക്ക് ക്ലൂ തരരുത്. ഞാൻ നോക്കാൻ പോവാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുഖത്ത് പോലും എനിക്ക് ഇന്ന ആളടുത്താണെന്നുള്ള ഒരു ക്ലൂ എനിക്ക് തരരുത്. ഓക്കെ, ക്ലിയർ? ഡൺ? ഓക്കെ, പേര് മാത്രം പറയാം. ഹായ് മാം. കയ്യിലൊന്നും ആരും തുറന്നു കാണിക്കണ്ട. ഹായ് മാം. പേര് മാത്രം പറയാം. പേര് സെലിൻ, മഞ്ജു, ഡെല്ല, ഓക്കെ, യമുന. എനിക്ക് തോന്നുന്നു യമുന ഇസ് എ കൂൾ. യമുന മാമിൻ്റെ കയ്യിലില്ല, ഒന്ന് തുറന്നു കാണിച്ച്. താങ്ക് യു. മാമിന് മാത്രം അറിയിക്കാം. ഒന്നുകൂടെ പേര് മാത്രം പറയും. മാമിൻ്റെ പേര് സെലിം. എനിക്ക് തോന്നുന്നു സെലിം മാമിൻ്റെ കയ്യിലില്ല. സെലിം മാമിന് കൈ ഓപ്പൺ ചെയ്യാം. ഓ, താങ്ക് യു. മാമിനെ മാറിയിക്കാം. ഈ 3 പേരുടെ ആരുടെയോ ഒരാളുടെ കയ്യിലുണ്ട്. എനിക്കറിയില്ല. ഒരു തവണയും കൂടി ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. സ്വിച്ച് പാസ് ചെയ്തോ? പാസ് ചെയ്തല്ലേ? എല്ലാവരും ഒന്ന് കൈയൊന്ന് പിറകിലോട്ട് വെച്ച് ഇനി ഞാൻ തിരിയാൻ പോവാണേ. ഓക്കെ, പേര് മാത്രം പറയാം. ഒരു ക്ലൂ ഒന്നും എനിക്ക് തരരുത്. പേര് മഞ്ജു, ഡെല്ല, സാബിറ എന്ന് പറയുമ്പോൾ തലയാട്ടുന്നുണ്ടല്ലോ. അപ്പോൾ മാമിൻ്റെ കയ്യിലില്ല. മാമിന് മാറിയിരിക്കാം. എനിക്ക് ഈ 2 പേരിൽ ആരും ഒരാളായി പേര് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒരു ക്ലൂ എനിക്ക് തരണ്ട. പേര് പേര് ഡെല്ല മാം. തുടക്കം തൊട്ടേ ഇങ്ങനെയാണ്. എനിക്ക് അറിയാം 100% ഷുവർ ഡെല്ല മാമിൻ്റെ കയ്യിലാണ്. പടയുടെ ചമ്പട കൊത്തിക്കോലം കണ്ടും താളം, വീരപ്പടയുടെ വൻപടി എത്തി കൊത്തിക്കേറും താളം, കൊല്ലിക്കൊന്നിൻ മേലെ കാവടി എന്തും നേടും, ഇന്നക്കരയുള്ളവരിക്കര കെട്ടും തക്കിട്ട് നഗരത്തിൽ വേണം, ഇടുമാമലേ സൂര്യനുദിക്കും പുരവിക്കതയും വെള്ളത്ത് കാണും മലയും പുഴയും കിടന്ന് കയറി വരും വള്ളിത്തേറാ. അവർക്ക് പരിപാടിയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ലൊരു കൈയടി കൊടുത്തേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ശ്രീ ജോളിയെയും ശ്രീ കൃഷ്ണദാസിനെയും ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഇനി ഒരു മാജിക്കാണ് ഏറ്റവും വലിയ മാജിക്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാജിക്. ആ മാജിക് ഞാനല്ല,
എൻ്റെ കൂടെ വന്ന അഖിലേഷും അല്ല, നമ്മുടെ സ്വന്തം പ്രേം സാറാണ് രാജിക്കുന്നത്. സന്തോഷമായില്ലേ? പ്രേം സാർ ഇത്ര മതിയോ കയ്യടി? ഇത്ര മതിയോ? നല്ല കയ്യിൽ. അപ്പോൾ പ്രേം സാറിൻ്റെ കയ്യിൽ ഞാൻ ഇതിന് ചെറിയ പാത്രമുണ്ട്, കുറച്ച് പേപ്പറുണ്ട്, സാറിൻ്റെ കൊടുക്കുകയാണ്. സാറ് ഈ പേപ്പർ കത്തിച്ച് ഇതിനകത്തിരിക്കുന്നത്. സാറ് ഒരു അടപ്പുണ്ട്, ഈ അടപ്പെടുത്ത് വെച്ചിട്ട് സാറിനെ മൂടിയാൽ ഒന്ന് മൂടുക. ജസ്റ്റ് ഞാൻ പറയുന്ന ഒരു ആക്ഷൻ കാണിക്കുക, ഇങ്ങനെ മാജിക്കിൻ്റെ ആക്ഷൻ കാണിക്കുക. ആക്ഷൻ കാണിച്ച ശേഷം പതുക്കെ ഒന്ന് തുറന്നു നോക്കുക. തുറക്കുമ്പോൾ എന്താണുള്ളത്? 3 കിരീടങ്ങളാണ്. നമ്മുടെ വിജയികളെ കാത്തിരിക്കുന്നത് ഈ സമ്മാനമാണ്. ആദ്യമായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് മൂവാറ്റുപുഴ ബ്രാഞ്ചിൽ നിന്ന് ഓമന എന്ന ഓമന ടീച്ചറാണ്. 301 പോളിസികളുമായി ബാക്കസിന്റെ ട്രെയിനറായ വേദിക് മാത്സ് ടീച്ചറായ 2008 മുതൽ നമ്മുടെ കൂടെയുള്ള എല്ലാ വർഷവും സെഞ്ചുറിയനാവുന്ന 140 ആനന്ദ ചെയ്ത നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായ ഓമന ടീച്ചറെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഈ വേദി തിളങ്ങുന്നത് ലൈറ്റുകൾ കൊണ്ട് മാത്രമല്ല, ഈ വേദി ധന്യമാക്കുന്നത് വിജയികളുടെ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയുടെ പ്രകാശം കൊണ്ടാണ്. രണ്ടാമതായി ഞാൻ ക്ഷണിക്കുന്നത് പ്രസന്നകുമാരിയാണ്. പ്രസന്നകുമാരി 1999 മുതൽ ഏജന്റാണ്, ഗാലക്സി ക്ലബ് മെമ്പറാണ്, 2020 മുതൽ വിദ്യാർത്ഥിയാണ്. കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികളാൽ ജീവചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളിൽ പേരെഴുതി തടസ്സങ്ങളെ തട്ടിയെറിഞ്ഞ് വിജയപ്പടവുകൾ നടന്നു കയറിയ ആലപ്പുഴയുടെ പോരാളിയെ ലക്ഷ്യം മനസ്സിലും വിജയം ഹൃദയത്തിലും എത്തിയ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായ പ്രസന്നകുമാരിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി ഈ ഒരു കിരീടധാരണം 73ാമത്തെ വയസ്സിന്റെ ചെറുപ്പത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഓമന ടീച്ചർ 301 പോളിസി ചെയ്തു തന്നതുകൂടെ നിങ്ങളുടെ മനസ്സിൽ ആ കയ്യടികൾക്ക് അടുത്ത് ഉണ്ടാവണം. 301 പോളിസികളുമായി ഓമന ടീച്ചർ, 237 പോളിസികളുമായി പ്രസന്നകുമാരി, 216 പോളിസികളുമായി സിനു ജോർജ്. നാട്ടുപ്രഭുവിൽ നിന്ന് പ്രതിസന്ധികളെ പടവുകളാക്കി മാറ്റി പ്രയത്നത്തിന്റെ പങ്കുതീർപ്പെടുത്ത സിനു ജോർജിനെ സ്വാഗതം ചെയ്യുന്നു നിശ്ചയദാർഢ്യത്തിന്റെ ഈ മഹാസംഗമത്തിലേക്ക്. വെൽക്കം ടു ദ ഗ്രാൻഡ് ഫിനാലെ. നമ്മളുടെ കിരീടധാരണ ചടങ്ങിലേക്ക് കൊച്ചിൻ ചാമ്പ്യൻസ് കാർണിവലിന്റെ ഏറ്റവും പ്രശസ്തമായ ഈ കിരീടധാരണ ചടങ്ങിലേക്ക് അഭിമാനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, ആവേശത്തിന്റെ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് ഇവരെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിമാനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഈ വേദി നിങ്ങൾ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇവരെ. കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികളാൽ ജീവചരിത്രത്തിന്റെ താളുകൾ തങ്കലിപികളിൽ പേരെഴുതിയ ഷിബു ബി ജോസഫ്, തടസ്സങ്ങളെ തട്ടിയെറിഞ്ഞ് വിജയ പടവുകൾ നടന്നു കയറിയ ആലപ്പുഴയുടെ പോരാളിയെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അഭിമാനപൂർവ്വം അദ്ദേഹത്തിന്റെ കിരീടധാരണ ചടങ്ങിനായി ക്ഷണിക്കുന്നു നമ്മളുടെ പ്രിയങ്കരനായ സീനിയർ ഡിവിഷണൽ മാനേജർ ശ്രീ പ്രേംകുമാർ സാറിനെ. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ലക്ഷ്യങ്ങളുടെ ചിറകിലേറി ലക്ഷ്യത്തിന്റെ നീലാകാശം തൊട്ട് വിയർപ്പ് തുള്ളികൾ മുത്തുമണികളാക്കി മാറ്റിയ ഷിബു, മൂവാറ്റുപുഴയുടെ തളരാത്ത പോരാളി, തളരാത്ത വീര്യവും തകരാത്ത ലക്ഷ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ച, പ്രതിബന്ധങ്ങൾ ഓരോന്നായി പിന്നിട്ട് വിജയക്കൊടി പാറിച്ച മൂവാറ്റുപുഴയുടെ പോരാളിക്ക് ആവേശത്തിന്റെ അന്തത്തട്ടിലേക്ക് സ്വാഗതം. അഭിമാന പുരസ്സരം 7,44,00,000 പ്രീമിയം സമാഹരിച്ചുകൊണ്ട് മൂവാറ്റുപുഴയുടെ ശ്രീ KN പ്രസാദിന്റെ കിരീടധാരണമാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത്. നല്ല നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ KN പ്രസാദിനെ. അടുത്തതായി ഈ വേദി ധന്യമാക്കുന്നത് കലൂർ ബ്രാഞ്ചിൽ നിന്ന് ശ്രീ ശബരീഷ, 4.5 കോടി പ്രീമിയം 2020 വന്ന് ഗാലക്സി ക്ലബായി മാറിയ ശബരീഷ് കഠിന ബാധകൾ പിന്നിട്ട്
കനകസിംഹാസനം കീഴടക്കി അധ്വാനമന്ത്രം തുണയാക്കി മാറ്റി വിജയഗാഥകൾ രചിച്ചുകൊണ്ട് കലൂരിന്റെ പ്രിയങ്കരൻ ശ്രീ ശബരീഷ് സാറിനെ ആർദ്രവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എറണാകുളത്തിന്റെ പ്രൗഢഗംഭീരമായ കൊച്ചിൻ കാർണിവലിന്റെ കിരീടധാരണ ചടങ്ങിലേക്ക്. തളരാത്ത വീര്യവും തകരാത്ത ലക്ഷ്യവും ഹൃദയത്തിൽ സൂക്ഷിച്ച പ്രതിബന്ധങ്ങൾ ഓരോന്നായി പിന്നിട്ട് വിജയക്കൊടി പാവിച്ച മൂവർക്കും എറണാകുളം ഡിവിഷന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും അഭിമാനപൂർവ്വം നിറഞ്ഞ കയ്യടികൾ നമുക്ക് അവർക്ക് കൊടുക്കാം. Let the light shine brighter, let the energy rise higher, let the celebration of excellence begin. Grand finale, കൊച്ചിൻ ചാമ്പ്യൻസ് കാർണിവൽ. എറണാകുളത്തിന്റെ പേര് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതി വെച്ച ഈ മൂവരെയും നമുക്ക് വിശ്വാസത്തിന്റെ ആവേശത്തിന്റെ പ്രൗഢഗംഭീരമായ കൊച്ചിൻ ചാമ്പ്യൻസ് കാർണിവൽ ഇവിടെ നടക്കുകയാണ്. നിറഞ്ഞ കൈയടികൾ. നമ്മളെ ഡിവിഷൻ ഓഫീസിലെ എൻജി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാമായിരിക്കും. ഡോണിനെ അറിയാം, വെങ്കടേഷിനെ അറിയാം, ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. വേണുവിന് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് കൂടെ വന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ സഹായിച്ചതാണ്. ഓക്കെ, അടുത്ത ഈ പ്രോഗ്രാമിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ആരായിരിക്കും? അത് തന്നെ. അപ്പൊ ഒരു നിറഞ്ഞ കൈയടി. അന്ന് നമുക്കൊരു എഴുന്നേറ്റ് എന്നുകൊണ്ട് നിറഞ്ഞ കൈയടി നടത്താം. തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ സംസ്ഥാനം ഇന്ന് വരെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും സാധനങ്ങളാണ് കൃത്യമായിട്ട് സാധനങ്ങൾ. നേരത്തെ ഉള്ളവർക്കെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി കാണാം. 3 കട. ലെഫ്റ്റിലെ കട ലൂയി ഫിലിപ്പ്, റൈറ്റിലെ കട വാൻ ഹുസൈൻ, മിഡിലെ കട പീറ്റർ ഇംഗ്ലണ്ട്. ലെഫ്റ്റിലെ ആള് 1+1 ഓഫർ കൊടുത്തു, റൈറ്റിലെ ആള് 50% ഓഫ് കൊടുത്തു. ഒരു ഓഫർ കൊടുക്കാതെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നത് മിഡിലെ കടയിലായിരുന്നു. അവിടെ എന്താണ് എഴുതി വെച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. അവിടെ എഴുതി വെച്ചിരുന്ന ചെറിയൊരു വേർഡ് മാത്രമായിരുന്നു മെയിൻ എൻട്രൻസ്. സൈനിങ് ഓഫ് വെങ്കടേഷ്. എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.